ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വചനപുലരിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സുഭാഷിതങ്ങൾ 17-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: കലഹം നിറഞ്ഞ വീട്ടിലെ വിരുന്നിനേക്കാൾ അഭികാമ്യം സ്വസ്ഥതയോടെ കഴിക്കുന്ന ഉണങ്ങിയ അപ്പക്കഷ്ണമാണ്. സ്നേഹമുള്ളവരെ, നമ്മളെല്ലാവരും കുടുംബമായിട്ട് പാർക്കുന്നവരാണ്. നമ്മുടെ വീടുകളിൽ ഒത്തിരി അംഗങ്ങളും ഉണ്ട്. സത്യത്തിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ദൈവം വസിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം. കാരണം ദൈവം വസിക്കുന്ന കുടുംബങ്ങളിൽ, ദൈവം വസിക്കുന്ന ഹൃദയങ്ങളിൽ സ്നേഹമുണ്ടാകും. സ്നേഹിക്കുന്ന ഹൃദയങ്ങളിലും സ്നേഹിക്കുന്ന കുടുംബങ്ങളിലും സ്നേഹിക്കുന്ന കൂട്ടായ്മയിലും സ്നേഹിക്കുന്ന ദേവാലയങ്ങളിലും ദൈവം വസിക്കുന്നു. പക്ഷേ ഇന്ന് പല കുടുംബങ്ങളുടെയും അവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. പല കുടുംബങ്ങളിലും ഇന്ന് ദൈവം ഇല്ല. കാരണം വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും പിണക്കവും ഒക്കെയാണ് പല കുടുംബങ്ങളിലും കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിനെ ഓർത്ത് കർത്താവ് ഒത്തിരി സങ്കടപ്പെടുന്നുണ്ട് സ്നേഹമുള്ളവരെ. കാരണം ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹം ഉണ്ടാകണമെന്നുള്ളതാണ്. മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് ഒരു മനസ്സോടെ സ്നേഹത്തിൽ മുൻപോട്ട് പോകുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പണ്ടത്തെയൊക്കെ കുടുംബങ്ങളിൽ പട്ടിണിയായിരുന്നു, പക്ഷേ അന്നത്തെ കുടുംബങ്ങളിൽ സ്നേഹമുണ്ടായിരുന്നു. ശരിയല്ലേ? പക്ഷേ ഇന്നത്തെ കുടുംബങ്ങളുടെ അവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. അപ്പോൾ ആയതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ, എൻ്റെ കുടുംബത്തിൽ സ്നേഹമുണ്ടാകണം. സ്നേഹിക്കുന്ന കുടുംബങ്ങളിൽ, സ്നേഹിക്കുന്ന സമൂഹത്തിൽ ദൈവം വസിക്കും. ആയതിന് നമുക്ക് സാധിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ.